നീ ആരോടാണ് ആ കാര്യം പറഞ്ഞത്? അവനോടാണ്. അവനോടത് പറഞ്ഞാൽ കാര്യം നടക്കും. അവനൊരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർണ്ണമായി നടപ്പിലാക്കും. അവനൊരു വാക്കു പറഞ്ഞാൽ വാക്കു പാലിക്കും. നീ രക്ഷപ്പെട്ടതു തന്നെ. അവനത് ഏറ്റെടുത്തല്ലോ. അവൻ നല്ലൊരു വ്യക്തിത്വമാണ്. വാക്കുപാലിക്കുന്ന, പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്ന നല്ല ഒരു വ്യക്തിയാണവൻ. നമ്മൾ ചിലരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മറ്റു ചിലരെ കുറിച്ചോ, അവനോടായി ഈ കാര്യം പറഞ്ഞത്, ഒരിക്കലും ഒരു പ്രതീക്ഷയും വെക്കണ്ട, നീ മറ്റു മാർഗങ്ങൾ നോക്ക്. ഒരിക്കലും അവനൊരു കാര്യം ഏറ്റാൽ ജീവിതത്തിൽ ഇന്ന് വരെ അത് നടപ്പിലാക്കിയിട്ടില്ല. അവന്റെ വാക്കും കീറച്ചാക്കും ഒരുപോലെയാണ്. യാതൊരു തരത്തിലും വാക്കുപാലിക്കാത്ത, ഒരു വ്യക്തിത്വവും ഇല്ലാത്ത ഒരാളാണ് അവൻ. അവൻ എല്ലാം ഏൽക്കും. ഭൂമിക്കു താഴെയുള്ള എല്ലാം അവൻ ഏൽക്കും. പക്ഷേ ഒരു കാര്യവും നടക്കില്ല. നീ അതും പ്രതീക്ഷിച്ച് നിൽക്കണ്ട. നീ മറ്റെന്തെങ്കിലും മാർഗം നോക്ക്. അല്ല എങ്കിൽ നീ സങ്കടപ്പെടേണ്ടി വരും. നിനക്ക് ആ കാര്യം നടക്കില്ല. അവൻ ഏറ്റെടുത്ത ഒരു കാര്യവും ജീവിതത്തിൽ ഇന്ന് വരെ അവൻ നടത്തിയിട്ടില്ല എന്നും ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പറഞ്ഞ വാക്കു പാലിക്കുക എന്നത്, ഒരു വാക്കു പറഞ്ഞാൽ അത് നടപ്പിലാക്കുക, അത് പാലിക്കുക എന്നത് നല്ല ഒരു വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നമ്മുടെ ശീലമാക്കുക. നടപ്പിലാക്കാൻ കഴിയുന്ന, പാലിക്കാൻ കഴിയുന്ന വാക്കുകൾ മാത്രം പറയുക. നമ്മളൊരു വാക്കു പറഞ്ഞാൽ അതിൻ്റെ പേരിൽ എന്തു നഷ്ടം വന്നാലും നമ്മളത് പാലിക്കുമെന്ന ഒരു ബോധ്യം, ഒരു വിശ്വാസം നമ്മുടെ ചുറ്റുമുള്ളവർക്കും വേണം. അപ്പോഴാണ് നമ്മൾ വാക്കുപാലിക്കുന്ന നല്ല ഒരു വ്യക്തിയാണ്, അദ്ദേഹം നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് സമൂഹം നമ്മളെ കുറിച്ച് പറയുകയുള്ളൂ. ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 7 വീഡിയോകളിലായി നാം പറഞ്ഞ 7 കാര്യങ്ങൾ. അതിലൊന്ന്, നാം നല്ല ഒരു വ്യക്തിയാണ് എന്ന് തീരുമാനിക്കുകയും അത് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആദ്യത്തെ വ്യക്തി എന്നത് നമ്മൾ തന്നെയാണ് എന്നത് നാം പറഞ്ഞു. അതോടൊപ്പം മടിയില്ലാതെ, വർക്കഹോളിക്കായി, ഉത്സാഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന, സമയബന്ധിതമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായി നാം മാറുക. മൂന്നാമത്തെ കാര്യം, ആരോടും അസൂയയും കുശുമ്പും കുന്നായ്മയും ഒന്നും ഇല്ലാതെ എല്ലാവരോടും എമ്പതറ്റിക്കായിട്ടുള്ള ഒരു വ്യക്തിത്വമായി നാം മാറുക. എല്ലാവരുടെയും വിജയത്തിൽ നാം സന്തോഷിക്കുകയും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നാലാമതായി, ആരെയും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താതിരിക്കുക. അവരുടെ വേഷമോ അവരുടെ ഭാവമോ അവരുടെ പെരുമാറ്റമോ കണ്ടുകൊണ്ട് ഒരിക്കലും നാം ആളുകളെ വിലയിരുത്താതിരിക്കുക. അഞ്ചാമത്തെ കാര്യം, നമ്മൾ മാത്രമാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. ആറാമത്തെ കാര്യം, സ്നേഹം മനസ്സിലൊതുക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുകയും നമ്മുടെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ നാം അതിന് പ്രകടിപ്പിക്കുകയും ചെയ്യുക. ഏഴാമത്തെ കാര്യം, മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം നാം നേടിയെടുക്കുക. എല്ലാറ്റിനോടും ക്ഷമ കാണിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും ഒരു മൈൻഡ് പവറും നാം നേടിയെടുക്കുക എന്നതാണ്. എട്ടാമതായി നാം പറയുന്നത്, ജീവിതത്തിൽ നാം നൽകുന്ന വാക്കുകൾ പാലിക്കാനുള്ളതാണ്, അത് പാലിക്കുക എന്ന്, വാക്തത്വം നിറവേറ്റുക. നമ്മളൊരാളോടൊരു വാക്കു പറഞ്ഞാൽ അത് കൃത്യമായി പാലിക്കാനുള്ള ഒരു ശീലം നാം ഡെവലപ്പ് ചെയ്തെടുക്കുക. പാലിക്കാൻ കഴിയുന്ന വാക്കുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയുകയുള്ളൂ എന്ന് ഉറപ്പിക്കുക. വാഗ്ദാനങ്ങൾ നൽകിയാൽ അത് സഫലീകരിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. പാലിക്കാൻ കഴിയാത്ത ഒരു വാക്കും നാം ആർക്കും നൽകരുത്. നമ്മുടെ ഒരു വാക്ക് ഒരുപാട് പ്രതീക്ഷയാണ് മറ്റുള്ളവരിൽ, ഒരുപാട് സ്വപ്നങ്ങളാണ്, ഒരുപാട് മനക്കോട്ടകൾ കെട്ടി അവരുടെ സ്വപ്നങ്ങൾ വലിയ കുന്നുകളോളം സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നത് നമ്മുടെ ചില വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക. നാം ആ വാക്ക് പാലിക്കാത്തതോടുകൂടി അവർ കെട്ടിപ്പൊക്കിയ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് അവർ വീഴുകയും അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ, അവരനുഭവിക്കുന്ന നഷ്ടങ്ങൾ എന്തൊക്കെ എന്ന്
നമ്മൾ ഓർത്തുകൊണ്ട് ആളുകൾക്ക് അനാവശ്യമായി പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളും വാഗ്ദത്തങ്ങളും വാക്കുകളും നൽകാതിരിക്കുക. നമ്മുടെ ഒരു വാക്ക് അവരിൽ ഉദിക്കുന്ന പ്രതീക്ഷകൾ വലുതായിരിക്കും. അവരുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു നൂൽപ്പാലമായിരിക്കും ഒരു പക്ഷേ നാം അവർക്ക് നൽകുന്ന വാക്ക്. നാം നൽകുന്ന ആ വാക്കു പാലിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നാം അറിയാതെ ഒരു മനുഷ്യനെ നശിപ്പിക്കുകയായിരിക്കും. നാം അറിയാതെ ഒരു മനുഷ്യന്റെ എല്ലാം നശിച്ച അവസ്ഥയിലേക്ക് പോകാൻ കാരണമായിരിക്കും. നാം അവരോട് വാക്കു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവർ മറ്റു മേഖലകൾ, മറ്റു സാധ്യതകൾ തേടിപ്പോകുകയും അവരുടെ ആ പ്രശ്നത്തെ അവർ പരിഹരിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അവർ കെട്ടിയ മനക്കോട്ടകൾ തകർന്നു പോകുന്നതോടെ അവരെ ഹൃദയം തകരുകയും അവരുടെ ആ പ്രതീക്ഷ ഇല്ലാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇങ്ങനെ വിഷയങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ നോ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മളോട് ഒരാൾ വന്ന് ഒരു കാര്യം പറയുന്നു, അത് എങ്ങനെയാണ് എനിക്ക് സാധിക്കില്ല എന്ന് പറയുക. അദ്ദേഹം എന്ത് വിചാരിക്കും, അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കില്ലേ എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ നോ പറയാൻ മടിക്കുകയും യെസ് മൂടുന്നതോടുകൂടി അവരിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുകയും ചെയ്യും. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകുകയും ആ സാഹചര്യം എത്തുമ്പോൾ അവരെ നമ്മളെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ഫോണിൽ ബെല്ലടിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്തേക്കാം. വീട്ടിൽ തെരഞ്ഞു വരുമ്പോൾ നമ്മൾ ഇവിടെ ഇല്ല എന്ന കളവുകൾ പറയേണ്ടി വന്നേക്കാം. അങ്ങനെ അവരുടെ സകല പ്രതീക്ഷയും നശിച്ചുകൊണ്ട് മറ്റു മാർഗങ്ങളൊന്നും തേടാതിരുന്നത് കൊണ്ട് അവരുടെ ആ പ്രശ്നം വഷളാകുകയും അതവരെ വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മൾ അനാവശ്യമായിട്ടുള്ള വാക്കുപറച്ചിലുകൾ ഉണ്ടാകാതെ, അനാവശ്യമായിട്ടുള്ള വാക്തത്വങ്ങൾ നൽകാതെ, ആളുകളെ അവർക്ക് സാധ്യമായ മേഖലയിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ വിടുകയും മാന്യമായ രീതിയിൽ എനിക്കതിന് സാധിക്കില്ല, എൻ്റെ സാഹചര്യം ഇപ്പോൾ അതിനനുകൂലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിയുമെങ്കിൽ അതിന് നമുക്കറിയുന്ന മറ്റൊരു സൊല്യൂഷൻ നിർദ്ദേശിച്ചു കൊടുക്കുക. അങ്ങനെ മാന്യമായി നോ പറയാൻ നമ്മൾ പഠിക്കുക. നാം ആരിലും അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകൾ വളർത്തിക്കൊണ്ടുവന്ന് അവനാ പ്രതീക്ഷയിൽ ഒരുപാട് മനക്കോട്ടകളും സ്വപ്നങ്ങളും കണ്ട് അവസാനം നമുക്ക് പാലിക്കാൻ കഴിയാത്ത ആ വാക്കിന്റെ പേരിൽ അവരുടെ എല്ലാം നശിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കരുത്. നമ്മളെല്ലായ്പ്പോഴും പറയുന്ന വാക്കുകൾ, നൽകുന്ന വാഗ്ദാനങ്ങൾ നാം നിറവേറ്റാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവനൊരു ആൺകുട്ടിയാണ്, അവനൊരു വാക്കു പറഞ്ഞാൽ അവൻ അത് ചെയ്തിരിക്കും, അവനേറ്റാൽ കാര്യം നടന്നതുപോലെയാണ്, അവൻ നല്ല ഒരു വ്യക്തിത്വമാണ്, നല്ല വ്യക്തിയാണ്, അതുകൊണ്ട് അവനെ നമുക്ക് വിശ്വസിക്കാം എന്ന രീതിയിൽ ആളുകൾ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ പെരുമാറ്റങ്ങളെ മാറ്റിയെടുക്കുകയും നാം പറയുന്ന വാഗ്ദാനങ്ങളും വാക്കുകളുമൊക്കെ പാലിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ല വ്യക്തിത്വമായി മാറുക. ആ ഒരു ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഒന്നാണ് പറയുന്ന കാര്യങ്ങളെ നാം നടത്തി കൊടുക്കുക, നാം ഒരു വാക്കു പറഞ്ഞാൽ അത് പാലിക്കുക എന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകാതെ പറഞ്ഞ വാക്ക് നിറവേറ്റുന്ന നല്ലൊരു വ്യക്തിയായി മാറുക. നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സഹായിക്കുന്ന മറ്റൊരു പോസിറ്റീവായ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.